നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടെയൊക്കെ എത്രത്തോളം മൂല്യവർദ്ധിതമാക്കാൻ പറ്റും? കാർഷിക വിജയത്തിൻ്റെ സാധ്യതകളിലൊന്ന് തീർച്ചയായും അത് തന്നെയാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. കർഷകരെ എങ്ങനെ തൊടണം എന്നുള്ളത് എല്ലായ്പ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാട്ടിൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ബയോവിൻ കഴിയുന്ന വിധത്തിൽ കർഷകരിലേക്ക് എത്തുന്നുണ്ട്. മാനന്തവാടി രൂപതയാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഫാദർ ജോൺ ജോസഫ് അച്ഛനാണ് ഇതിൻ്റെ സർവ്വ ഏർപ്പാടും ചെയ്യുന്ന ആൾ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ക്രൈസിസിൻ്റെ മുന്നിൽ നിന്നൊരു ഘട്ടത്തിലാണ് ബയോവിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പരാമർശിക്കാതെ നമുക്ക് ബയോവിനിലേക്ക് വരാൻ സാധിക്കില്ല. നമ്മുടെ മാനന്തവാടി രൂപതയുടെ സാമൂഹിക സേവന രംഗമാണ് ഈ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. 1974 അത് ആരംഭിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് തൊട്ട് തന്നെ കർഷക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് സോഷ്യൽ സർവീസ് സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത്. നടീൽ വസ്തുക്കളൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ കുടിയേറ്റൊക്കെ നടക്കുന്ന സമയം, നടീൽ വസ്തുക്കളൊക്കെ താഴെ പ്രദേശത്ത് നിന്നൊക്കെ കൊണ്ടുവരിക, പ്രത്യേകിച്ച് തെങ്ങും തൈകളും മറ്റൊക്കെ എത്തിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ല നേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കർഷകർക്ക് ആ സമയത്ത് തന്നെ നല്ല നടീൽ വസ്തുക്കൾ വേണമെന്നുണ്ടെങ്കിൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പോയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക സഹായത്തോടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് തന്നെയുള്ള ഒരു വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു കർഷക സംവിധാനം രൂപപ്പെടുത്തുന്നത്. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 2000 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 2010 ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, നമുക്കൊരു നബാർഡ് തന്നെ വീണ്ടും വരികയാണ്. അവരൊരു UPNR പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അംബ്രല പ്രോഗ്രാം എന്ന നിലയിൽ ഇവിടെയുള്ള ജൈവ കർഷകരുടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് വന്നു. അപ്പോൾ ജൈവ കർഷകർ ഒരുമിച്ച് കൂട്ടിയൊക്കെ മാത്രം പോരല്ലോ, അപ്പോൾ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സമാഹരിച്ചാൽ അതിനെ വാല്യൂ അഡീഷൻ വരുത്താനായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആശയം കുറച്ചും കൂടി വിപുലമായിട്ട് വരുന്നത് നബാർഡിൻ്റെ ഒരു ഇൻ്റർവെൻഷനിലൂടെയാണ്. നബാർഡുമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു 3 വർഷം കൊണ്ട് 10,000 കർഷകരിലോട്ട് ഇത് എത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 10,000 കർഷകർ ഈ പറയുന്ന പ്രോജക്റ്റ് പീരീഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് 15,000 കർഷകരോട്ട് വന്നു. അപ്പോൾ കർഷകർ ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് കർഷകർക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാളും അധികമായിട്ടുള്ളൊരു വില നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അങ്ങനെ ലഭ്യമാകുവാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിവിധ സർട്ടിഫിക്കേഷനുകൾ. നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് റെയിൻ ഫോറസ്റ്റ് അലയൻസ് ഉണ്ട്, ഫെയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റുകളും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നമ്മുടെ പ്രൊഡക്റ്റിന് കുറച്ചും കൂടിയുള്ള ഒരു സ്വീകാര്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അച്ഛനെ ഈ കൃഷിയിൽ എന്താ മുൻപ് വല്ല പരിചയം ഉണ്ടായിരുന്നു? എൻ്റെ അപ്പനും പാരമ്പര്യമായിട്ട് ഞങ്ങൾ കർഷകരാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കർഷകരാണ്. കൃഷി പരിപാടിയൊക്കെ നിലമ്പൂർ ഭാഗത്ത്. പക്ഷേ കാപ്പി കർഷകരല്ല, കാപ്പിയല്ല, തെങ്ങ്, കവുങ്ങ്, റബ്ബർ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. കാപ്പിയിൽ എത്രത്തോളം വാല്യൂ അഡിഷൻ ഉണ്ടാക്കാം, കൊല്ലം മുഴുവൻ എങ്ങനെ കാപ്പി വിൽക്കാം, എല്ലാ മാർക്കറ്റിലേക്കും അതെങ്ങനെ എത്താം നോക്കാം. അപ്പോൾ ഇതാണ് ബയോവിൻ അഗ്രോ റിസർച്ചിൻ്റെ കോഫി സംഭരണ യൂണിറ്റ്. നമ്മോടൊപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ലെൻസ് ഫിലിപ്പ് ഉണ്ട്. ലെൻസ് ഇപ്പോൾ കാപ്പിയുടെ സീസൺ അല്ല, പൂത്തട്ടേ ഉള്ളൂ കാപ്പി. അത് അടുത്ത വർഷത്തേക്കുള്ള ഇപ്പോൾ പൂത്ത കാപ്പി നമ്മൾ ഡിസംബറോടുകൂടിയാണ് നമ്മൾ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് വയനാട്ടിൽ നമുക്ക് 19,000 ഓർഗാനിക് കർഷകരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്, പർച്ചേസ് വിങ്. അവർ കളക്ട് ചെയ്തിരുന്ന കാപ്പി നമ്മളിവിടെ കൊണ്ടുവന്ന് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നമ്മളിവിടെ സ്റ്റോറേജ് വെച്ചിട്ട്. കഴിഞ്ഞ കൊല്ലം പറിച്ച കാപ്പിക്കുരുവാണ് ഇപ്പോൾ അല്ല, കഴിഞ്ഞ ഡിസംബറിൽ അവർ പറിച്ചു തുടങ്ങുന്നു. ജനുവരിയിലൊക്കെ ഉണങ്ങി നമുക്ക് അവർ കർഷകർക്ക് വില എപ്പോഴാണ് അവർക്ക് സെയിൽ ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നു. നമ്മളതെടുത്ത് സ്റ്റോർ ചെയ്യുന്നു. അടുത്തൊരു വർഷത്തേക്കുള്ള ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഞാൻ കാപ്പി നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും ഒരു 10-15 രൂപ എക്സ്ട്രാ അവർക്ക് പെർ kg നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് കണ്ടു. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇതിനെ ബീൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ പ്ലാന്റിൽ നടക്കുന്നത്. അതായത് കോഫിയുടെ ഡ്രൈഡ് കോഫി ചെറി എന്ന രൂപത്തിലാണ് അവിടുന്ന് അവർ തരുന്നത്. കാപ്പിക്കുരു അതിനെ ഹസ്കിനെ വേർപെടുത്തിയിട്ട് ബീൻസ് ആക്കി മാറ്റുന്ന ഒരു
മെക്കനൈസ്ഡ് ഒരു പ്ലാന്റാണിത്. പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര സമയമെടുക്കും? നമുക്ക് പെർ അവർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ടൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതെ. ഒരു 6-7 പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഇളവിടെ ഇരിക്കുന്നത്. എന്നാൽ ഒരു 5 മിനിറ്റും കൊണ്ട് ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്താൻ 4 to 5 മിനിറ്റ്സ് മതി. ഓക്കെ, 5-6 പണിയുണ്ടെന്ന് പറഞ്ഞാലും 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. നിങ്ങളുടെ ഏതൊക്കെ പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ഡ്രൈഡ് ഇത് ബീൻസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് AB കോഫി അല്ലെങ്കിൽ A കോഫി, അങ്ങനെ ഓരോ ഗ്രേഡുകളുണ്ട്. ICB സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉള്ള ഓരോ ഗ്രേഡ് അനുസരിച്ച് നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെൻസ്, നിങ്ങൾ ഈ 19,000 തൊട്ട് 20,000 വരെ കർഷകർ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. കൊല്ലം തോറും അവർ നിങ്ങൾക്കാണ് തരുന്നത്. ഇവരേത് ഓർഗാനിക് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ്? നമുക്ക് 18ഓളം ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ ഏരിയ. അപ്പോൾ അവർക്ക് നമ്മൾ നിരന്തരം ട്രെയിനിങ്ങിലൂടെയും സെമിനാർസിലൂടെയും നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കരുതെന്നും മറ്റ് കീടനാശിനികൾ ഉപയോഗിക്കരുതെന്നും എന്ന ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുത്ത് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മളൊരു പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നതിന് മുന്നേ അവരുടെ ഫീൽഡ് സ്റ്റഡി ഉണ്ട്. നമുക്ക് അതിനായിട്ടൊരു വിങ് തന്നെയുണ്ട്. പിന്നെ ഒരു കർഷകൻ നമുക്കിപ്പോൾ ഇന്ന് സെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി നമ്മളത് എടുക്കുന്നില്ല. നമ്മളതിൻ്റെ സാമ്പിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സാമ്പിൾ ഇവിടെ ചെയ്യേണ്ട ഇവർക്ക് നമുക്കിവിടെ കോഫി ലാബുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് ലാബിലാണ് കൊടുക്കുന്നത്. അതും കൊടുത്തിട്ട് ഈ പറയുന്ന ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, പെസ്റ്റിസൈഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല എന്ന ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് പ്രൊക്യൂർ ചെയ്ത് എടുത്ത് കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ വയനാട്ടിൽ പലരും കാപ്പി ഭയങ്കര നഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ 2-3 വർഷം മുന്നേ റേറ്റ് കുറവായതുകൊണ്ട് നഷ്ടമായിരിക്കും. ഇവിടെ വരുന്നതിൽ ഏതാ വരുന്നത്? അറബിക്കാണോ മറ്റേ? ഇവിടെ റോബസ്റ്റയാണ് നമ്മൾ ചെയ്യുന്നത്. റോബസ്റ്റ കോഫിയാണ് ചെയ്യുന്നത്. എത്ര ഗ്രേഡുകളുണ്ട് ഇതിലിപ്പോൾ? ഇങ്ങനെ അതായത് അറബിക്ക ഇവിടെ നമ്മൾ ചെയ്യുന്നതിൽ 7ഓളം ഗ്രേഡുകളുണ്ട്. പിന്നെ റോബസ്റ്റയിൽ അറബിക്ക അതിലും അതേപോലത്തെ ഗ്രേഡുകളുണ്ട്. പിന്നെ പാർച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗ്രേഡുകളുണ്ട്. വയനാട്ടിൽ സുലഭമായി ലഭിക്കുന്നത് എപ്പോഴും റോബസ്റ്റ ആയിരിക്കും. ഓരോ കാപ്പിപ്പൊടിക്കും ഓരോ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും എൻ്റെ ക്വാളിറ്റിയാണ് വളരെ ക്രൂഷ്യൽ ആവുന്നത്. അതെ അതെ. നിങ്ങൾക്ക് ബയോവിൻ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? ഞങ്ങൾ എക്സ്പോർട്ടേഴ്സ് ആണല്ലോ. എത്ര സ്ഥലങ്ങളിലേക്ക്? ഞങ്ങൾ ഏകദേശം 40ഓളം രാജ്യങ്ങൾക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനി, ഇറ്റലി, US, യൂറോപ്പ്, അമേരിക്കൻ മാർക്കറ്റ് കവർ ചെയ്യുന്നുണ്ട് അല്ലേ? മാർക്കറ്റ് പിടിച്ചു എന്നല്ല, കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെൻസ് ഒറ്റ കാര്യം എന്താണെങ്കിൽ, നിങ്ങൾ ഇത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് മറ്റേ വിദേശ മാർക്കറ്റിൽ എത്തുന്ന അതായിട്ടുള്ള കാര്യം പറഞ്ഞു. പക്ഷേ കർഷകന് നിങ്ങൾ ഇത് ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ക്വാളിറ്റിക്കൊപ്പം അതിനുള്ള സജഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവരെ ആ എൻഡിൽ കർഷകരെ നിങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? പർച്ചേസ് വിങ്ങിൽ ഇരിക്കുന്ന ഹെഡ് ഈ പരമായിട്ട് പുള്ളി ഒരു കർഷകനും കൂടെയാണ്. അപ്പം നമ്മൾ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് അവർക്ക് അതിനുള്ള സെമിനാറുകളും ക്ലാസ്സുകളൊക്കെ കൊടുത്തു പുള്ളി അതിനൊരു റിസർച്ചൊക്കെ നടത്തി അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, അവർക്ക് എങ്ങനെ ഈൽഡ് കൂട്ടുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വിങ് ഭംഗിയായി ചെയ്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ വിധത്തിൽ നിങ്ങൾ ഫീൽഡിൽ ഇടപെടുന്നുണ്ട്. ഒരു കാപ്പി ഇവിടെ കൊണ്ടുവരുന്ന കുരുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുരു ഉണ്ടാവാനുള്ള കാപ്പിച്ചെടിയുടെ കാര്യം നോക്കുന്നുണ്ട്. കാപ്പിച്ചെടി എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, കൺവെൻഷണൽ ആയിട്ട് ഈ പറയുന്ന ഓർഗാനിക് ഫാർമേഴ്സൊക്കെ ഒരു കാലത്ത് കൺവെൻഷണൽ ഫാർമേഴ്സ് ആയിരുന്നു. ആ ഒരു കൺവെൻഷണൽ ഫാം ഓർഗാനിക്കായി മാറണമെങ്കിൽ 3 വർഷം എടുക്കും. ഈ 3 വർഷവും നമ്മുടെ ഒരു ഗൈഡൻസിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ 3 വർഷം കഴിയുമ്പോൾ ഓർഗാനിക്കായി മാറുന്നതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. കർഷകൻ എടുക്കുന്ന എഫേർട്ട്, ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് വിങ് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ഓർഗാനിക്കായി മാറുന്നത്. അപ്പോൾ കംപ്ലീറ്റ് മെക്കനൈസ് ആയതോടുകൂടി കർഷകർക്ക് കാര്യം എളുപ്പമായി. ബയോവിനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കർഷകന് 10 രൂപ കൂടുതലും കിട്ടും അല്ലേ? മാത്രമല്ല ഇത്രയും പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലേബേഴ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ജസ്റ്റ് ഫീഡിങ്ങിൻ്റെ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് മെഷീൻ നോക്കാൻ ഒരാൾ, പിന്നെ ഇതേപോലെ ഇരിക്കുന്നത് എടുത്തുകൊണ്ട് സ്റ്റോറേജ് ചെയ്യാൻ. ഇതേ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതേ പരിപാടി മറ്റ് സ്പൈസസിൻ്റെ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. എല്ലാ സ്പൈസസിലും ഇവിടെ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ കർഷകർക്ക് ഗുണം ചെയ്യാം എന്ന വിധത്തിലുള്ള ആലോചന കൂടി നടക്കുന്നുണ്ട്. കാപ്പി മാത്രമല്ല, കുരുമുളകും ഉണ്ട്. കുരുമുളക് പല പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നല്ല വിധത്തിൽ ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ
ഷാൻ ചേച്ചി കുറെ കാലമായി ഈ കുരുമുളക് ഇങ്ങനെ ഏർപ്പാടായി തുടങ്ങിയിട്ട് അല്ലേ? അതെ. എത്ര വർഷമായി ചേച്ചി ഇവിടെ? ഞാനിവിടെ 9 വർഷമായി. 9 വർഷമായി അല്ലേ? അപ്പോൾ ഒത്തിരി ഒത്തിരി മുന്നിലേക്ക് കയറിക്കുകയാണെങ്കിൽ ആ മാസ്ക് നമുക്ക് മാറ്റായിരുന്നു. അതിൻ്റെ അടുത്തുനിന്ന് മാറിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ പെപ്പർ ഉണ്ട്, ടർമറിക്, ജിഞ്ചർ, സ്പൈസസ് എല്ലാം ഉണ്ട്. ഓൾ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട് സ്പൈസസിൻ്റെ. അത് എന്തൊക്കെയാണ് ചെയ്യുക? ജിഞ്ചർ ആണെങ്കിൽ നമ്മളത് വാഷ് ചെയ്ത് സ്ലൈസ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് പിന്നെ അത് നമ്മൾ സോട്ട് ചെയ്ത് അതിൽ പൊടികളെല്ലാം കളഞ്ഞ് നല്ല ക്വാളിറ്റിയോടെ നമ്മളത് പേപ്പർ ബാഗിൽ പാക്ക് ചെയ്യും. പേപ്പർ ബാഗിൽ ലൈനർ ഇട്ട് അതിനകത്ത് പാക്ക് ചെയ്യും. പെപ്പർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽ വന്ന് നമ്മൾ ഗ്രേഡ് ചെയ്യും, വിവിധ ഗ്രേഡുകളായിട്ട് തിരിക്കും. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് സോട്ട് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഒരു കല്ല് എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ എല്ലാം പെറുക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മളത് സ്റ്റീം ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മളത് വീണ്ടും അതിൻ്റെ പൊടി കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെഷീൻ ഉണ്ട്. അതിലിട്ട് നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ പൊടി കളയും. എന്നിട്ട് നമ്മളത് ഇതേപോലെ തന്നെ പേപ്പർ ബാഗിൽ ലൈനർ ഇട്ട് അത് പാക്ക് ചെയ്യും. പണ്ട് വയനാട്ടിൽ കുരുമുളക് ഒരുപാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെ ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ ആവശ്യത്തിന് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഫാർമേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇഞ്ചിയുടെ കാര്യത്തിൽ. ഇഞ്ചി അങ്ങനെ തന്നെയാണ്. ഇഞ്ചി നമ്മൾ ഫാർമേഴ്സിൻ്റെ അടുത്ത് റോ മെറ്റീരിയൽ എടുക്കും, അവിടെ വാഷ് ചെയ്ത് സ്ലൈസറിലിട്ട് സ്ലൈസ് ചെയ്ത് അത് ഉണക്കി അത് നമ്മൾ യാർഡിലിട്ട് അത് ഉണക്കിയെടുത്ത് അതിൽ പൊടി കളഞ്ഞ് ഒന്നും കൂടെ സോട്ട് ചെയ്ത് ആണ് വീണ്ടും പേപ്പർ ബാഗിലാക്കുക. വയനാട്ടുകാരൊക്കെ പുറത്തു പോയിട്ടാണല്ലോ ഇഞ്ചി കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നന്നാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യാൻ വീണ്ടും ഘടന വന്നു തുടങ്ങി അല്ലേ? AOമാർ വഴിയാണ് ഫാർമേഴ്സിൻ്റെ അടുത്താണ് നമുക്ക് സാധനം കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഓർഗാനിക് ആയിട്ടുള്ള അതെ, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, ടെസ്റ്റ് ചെയ്ത് പാസ്സായ സാധനമാണ് നമ്മൾ എടുക്കുന്നത്. മഞ്ഞളിന്റെ കാര്യത്തിൽ മഞ്ഞളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാ? ഏറ്റവും കൂടുതൽ വരുന്നത് പെപ്പറും ജിഞ്ചറും ടർമറിക്കും. അത് മൂന്നുമാണ്. എല്ലാം നിങ്ങൾ ഇതുപോലെ പ്രോസസ്സ് ചെയ്ത്? എല്ലാം ഇതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് പാക്ക് ചെയ്യുക. പാക്ക് ചെയ്യുമ്പോൾ എന്താ അളവിലാണ് ക്വാണ്ടിറ്റി? പെപ്പറാണെങ്കിൽ 25 കിലോ ആയിരിക്കും പേപ്പർ ബാഗിൽ. ടർമറിക് സ്ലൈസും ജിഞ്ചർ സ്ലൈസും ഒക്കെ ആണെങ്കിൽ 15 കിലോ ആയിരിക്കും. അതിന് നമുക്ക് അതിന് വെയിറ്റ് കുറവാണല്ലോ, അപ്പം അങ്ങനെയാണ് അത് ചെയ്യുക. പെപ്പർ 25 കിലോ ആണ് ചെയ്യുക. ഇവിടെ ഞങ്ങൾ 45 സ്റ്റാഫ് ഉണ്ട്, ലേഡീസ് മാത്രം. അവരൊക്കെ 5-6 വർഷമായവരാണ്. അല്ല, വേറെ ചേച്ചിയുണ്ട്. കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ടുള്ളവർ വേറെ ഉണ്ട്, 2-3 പേരുണ്ട്. കൂടുതൽ കർഷകരിലേക്ക് എത്തുന്നു, ഒപ്പം ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും എന്ന് ഉറപ്പാക്കുന്നു. ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നു. നമ്മൾ കോഫി കണ്ടു, ബാക്കി സ്പൈസസ് കണ്ടു. ഇതിനൊക്കെ എങ്ങനെ വാല്യൂ അഡീഷൻ നടത്തിയിട്ട് ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. പക്ഷെ അത് കൂടാതെ പുതിയ പ്രോജക്റ്റായിട്ടാണ് സിഗ്വി നടക്കുന്നത് അല്ലേ? എന്താണ് ഈ സിഗ്വി? സിഗ്വി എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഇൻകം ജനറേഷൻ ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ വനിതകളുടെ സ്വയം സംരംഭത്തിലൂടെ വരുമാന വർധനം വരുത്തി ഒരു സസ്റ്റൈനബിലിറ്റി വരുത്തുക, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളൊരു അവസ്ഥ നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഇതിനെ പിരിച്ചു നോക്കുകയാണെങ്കിൽ സിഗ് വി എന്ന് പറയുമ്പോൾ സിഗ് എന്ന് പറയുന്ന സിഗ്നേച്ചറിൻ്റെ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഉൽപ്പന്നം എന്നുള്ളതിലാണ് ആ ഒരു പേരും വരുന്നുണ്ട് അതിനകത്ത്. ഫുൾ ഫോം ഇതാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ട് ഒരു 20-25 വർഷത്തോളം ഈ പ്രൊഡക്റ്റുകളെല്ലാം പോകുന്നത് വിദേശ മാർക്കറ്റിലൂടെ തന്നെ ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളൊക്കെ പോകുന്നത്. പൊതുവേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് ഉള്ളൊരു ലഭ്യതയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒക്കെ മാർക്കറ്റിലുണ്ട് എന്നേ പോലും. അപ്പോൾ നമ്മൾ തന്നെ ഇറക്കേണ്ട ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിന് പകരം നമുക്കത് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഇറക്കാനായിട്ടുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളെപ്പോഴും ചെയ്തിരുന്നത് നമ്മളോടൊപ്പം നടക്കുന്ന സഹയാത്രികരെ കൂട്ടിപ്പിടിച്ച് അവരെ കൊണ്ട് കൂടുതലായിട്ടുള്ള വാല്യൂ അഡീഷൻ വരുത്തിക്കുക എന്നുള്ളതാണ്. കർഷകരെന്ന് പറയുമ്പോൾ പൊതുവെ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. പൊതുവെ ലാൻഡ് ഓണേഴ്സ് അവരുടെ പേരിലാണ് അധികവും വരുന്നത്. അതുകൊണ്ട് ഉണ്ട്. എന്നാൽ പോലും പറമ്പിൽ ഇങ്ങനത്തെ ഹാർഡ് വർക്ക് അധികം ചെയ്യുന്ന പുരുഷന്മാരാണ്. ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അത് ശരിയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല.
പക്ഷെ നമ്മളങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വനിതകളുടെ റോള് വളരെ വലുതാണ് താനും. എല്ലാത്തിനകത്ത് നിഴൽ പോലെ കൂടെയുണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോഴും ഒരു വനിതാ കർഷകരെ നോക്കിക്കഴിഞ്ഞാൽ അധികം പേരില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതൽ ഈ വനിതാ കർഷകർക്ക് ഒരു സ്വയം സംരംഭം എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഞങ്ങളൊരു 100-120 ആപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് വന്നു ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. പദ്ധതി ഇങ്ങനെയാണ് പറഞ്ഞത്, ഓരോ വീടിനോടും ചേർന്ന് ഒരു ചെറിയ സംരംഭം. അപ്പോൾ അവിടെ അവർക്ക് കിട്ടുന്ന ലക്ഷ ടൈം, ഇപ്പം നമ്മൾ കോഴിയൊക്കെ വളർത്തുകയാണെങ്കിൽ എപ്പോഴും കോഴിയോട് പറഞ്ഞ് ഇറക്കിയല്ല, പക്ഷെ അത് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഏതെങ്കിലും സമയത്ത് പോയിട്ട് ചെയ്ത് തീർക്കുക, വൈകുന്നേരമോ അങ്ങനെയൊക്കെ ചെയ്യുക. അതേസമയം തന്നെ നല്ല ട്രെയിൻഡ് ആയിരിക്കണം അവർ, കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്ത് നിർത്തുക. അതെ, അതുകൊണ്ട് അവർക്കൊരു വരുമാനം അഡീഷണൽ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിന്ത കുറേ കാലമായിട്ട് മനസ്സിലുണ്ട്. അത് പിന്നീട് നമ്മൾ ഈ വനിതകളെ ഇങ്ങനെ നടന്ന് ആക്ച്വലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 100ഓളം ആപ്ലിക്കേഷൻ വന്നതിനകത്തുനിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പല ട്രെയിനിങ്ങുകളും ഒക്കെ നടത്തി അതിനകത്തൊക്കെ വന്നതിന് ശേഷം അവരുടെ ഒരു ഇൻട്രസ്റ്റും എല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ 20 വനിതകളെ ഫോക്കസ് ചെയ്തു. 20 വനിതകളും അവരുടെ ഞങ്ങൾ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ, നമ്മളതിനുള്ള മെഷീനറീസ് നമ്മൾ സപ്ലൈ ചെയ്യും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള ഷെഡ് ഞങ്ങൾ ചെയ്യണം, കറണ്ട് കാര്യം നിങ്ങൾ ചെയ്യുക, ബാക്കിയെല്ലാം തന്നെ ട്രെയിനിങ്, റോ മെറ്റീരിയലിന് സപ്ലൈ, ഇതെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഈ 20 പേര് കൂടി കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സിഗ്ബി എന്ന് പറയുന്ന രീതിയിൽ എടുത്തിരിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് റോ മെറ്റീരിയൽ, അപ്പോൾ അവർ ചെയ്യുന്ന മിക്കവാറും നമുക്ക് കുരുമുളക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും കുരുമുളക് മിക്കവാറും എല്ലാ സ്ഥലത്തും, ടൗൺ ഏരിയ ഒഴിവാക്കി എല്ലായിടത്തും ഉണ്ട്. കാപ്പി എന്ന് പറയുന്നത് കൊടുത്താൽ അതിനൊക്കെ ലിമിറ്റ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന നോക്കിയിട്ടുണ്ട്, എല്ലാ വീടുകളിലും എപ്പോഴും ആവശ്യം വരുന്നതാണ് മസാല ഐറ്റംസ്, നമ്മുടെ കറി മസാലകൾ. അടുക്കളയിൽ തൊടുകയാണ്. യെസ്, അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അരിയും ചിന്തയിൽ കിടപ്പുണ്ട് എടുത്തിറങ്ങേണ്ടി വരുമ്പോഴത്തേക്ക്. പക്ഷേ അരിയും മറ്റു സാധനം, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ലൊരു ശതമാനം നമ്മളെടുക്കുന്ന മസാലക്കൂട്ടുകളിൽ നമുക്ക് വയനാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ഉണ്ടാകുന്നത് മാത്രമല്ല ഉള്ളത്. അപ്പോൾ പുറമേ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നത് വണ്ടികളിൽ നിന്നൊക്കെ നേരിട്ട് നമ്മളെടുത്ത് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത്, നമുക്കിവിടെ ഒരു പ്രോസസ്സ് സംവിധാനമുണ്ട്. നമുക്കിവിടുന്ന് ഫസ്റ്റ് അതിൻ്റെ സോർട്ടിങ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയതിന് ശേഷം ഈ ചേച്ചിമാരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വനിതാ കർഷകർ ആ സാധനം അവിടുന്ന് പറയുന്ന അനുപാതത്തിൽ പൊടിച്ച് വൃത്തിയാക്കി വീണ്ടും നമ്മൾ തിരിച്ചേൽപ്പിക്കും. നമ്മൾ അതിനെ വീണ്ടും ഒന്നും കൂടി ക്വാളിറ്റി ഇൻസ്പെക്ഷനൊക്കെ നടത്തി, അതിനകത്ത് പ്രത്യേകിച്ച് എത്ര ട്രെയിനിങ് നടത്തിയാലും വീടുകളിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് നമ്മൾ നോക്കും ഒന്നും കൂടി. അതിനുശേഷം ബ്രാൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് ബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രാൻഡിങ്ങിനുള്ള ഫൈനലായിട്ടുള്ള മിക്സിങ്, ബ്ലെൻഡിങ്, ബ്രാൻഡിങ് ഇവിടെ ആയിരിക്കും നടക്കുന്നത്. അതിന് അവർക്ക് ആ ഉള്ള സിഗ്ബി പേരിലുള്ളതും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും വനിതകൾ, ഈ ഒരു 20 വനിതകൾ മാത്രമായിട്ട് നിൽക്കുകയല്ല, നമ്മളതിനുശേഷം ഒരു മാളിലോട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പൊതുവായിട്ട് പറയുന്ന മാർട്ടുകളൊക്കെ ആണല്ലോ ഉള്ളത്, വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ. അപ്പം അങ്ങനെയുള്ളതിലോട്ട് പോകുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള അവിടെ ഒരു സിഗ്ബിയുടെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അതിനുശേഷം താഴെ സിഗ്ബിയുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും, അതെല്ലാം വനിതകളായിരിക്കും. അപ്പോൾ ഇവർ വഴിയായിട്ട് എന്ത് ചെയ്യുന്നു, ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സംഭവം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ എനിക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു 100 പേരെ അല്ലെങ്കിൽ 50 പേരോട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ എനിക്കൊരു ഓണ്ടർപ്രണർ ആകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു സംരംഭകയാകാൻ പറ്റും. ആ കൺസെപ്റ്റാണ്. അതിന് വേണ്ടിയിട്ടും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വനിതയ്ക്ക് അവർക്ക് ഓടിപ്പോയി അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് അവരുടെ ആ പ്രദേശത്ത് തന്നെ ഇതിൻ്റെ ഉള്ള സാധനം എത്തും. അവിടുന്ന് അവർ കളക്ട് ചെയ്തിട്ട് അവരുടെ ചുറ്റുവട്ടത്ത് മാത്രമേ നടത്തിയാൽ മതി. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ വനിതകൾക്ക് എന്ത് സംഭവിക്കാൻ, ഒരു ബിസിനസ് വുമൺ ആകാനായിട്ടുള്ള സാധ്യതയും കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും പൊതുവെ വരുമായിരിക്കും ഇതിൻ്റെ പ്രോഫിറ്റ് അപ്പോൾ എങ്ങനെയാണ് ഈ വനിതകൾക്ക്. ഇപ്പം നമുക്ക് ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ വനിതകൾക്ക് ഇപ്പം ബിസിനസ്സിന് താഴെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം പ്രൊഡക്റ്റ് ആയതിനു ശേഷം പോകുന്ന വനിതകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്നതിനകത്ത് തന്നെ ഒരു മാർജിനുണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്ന യൂണിറ്റുകളുണ്ടല്ലോ 20 എണ്ണം. ആ 20 യൂണിറ്റുകളിലുള്ളവർക്ക് ഇതൊരു വർഷമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. പൊതുവേ നമുക്കുള്ള ഒരു വലിയൊരു ത്രെട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിടാം, പക്ഷേ മാർക്കറ്റ് വലിയ വിഷയമാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്കറിയാം, നമ്മൾ മത്സരിക്കുന്നത് വലിയ ആൾക്കാരോടാണ്. പക്ഷേ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് പൊതുവേ മറ്റൊന്നിൻ്റെ എല്ലാം നമുക്കറിയാം, അതിൻ്റെ പ്രോഫിറ്റുകളെല്ലാം വരുന്ന ഒരു ആൾക്കാരിലോട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിലോട്ട് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിനകത്തോട്ട് എന്താ ബെനിഫിഷ്യറീസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈവൻ ഏറ്റവും ഇപ്പോൾ നമ്മൾ സിഗ്ബി പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, പ്രൊമോട്ടേഴ്സ് അടക്കമുള്ളവർ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അത് പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഇതിനകത്ത് അഡൾട്രേഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മളിതിൻ്റെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എന്താ പറയുന്നത്, പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. മറ്റ് അതായത് മായമില്ലാതെ ഉള്ളൊരു പ്രൊഡക്റ്റ് അടുക്കളയിൽ ലഭ്യമാവുക എന്നുള്ളതാണ്
ഒരു വീട്ടിലുള്ള ഒരാളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പം പച്ചക്കറി വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാകും, ആ പച്ചക്കറി ഉപ്പിനകത്തിടുന്നു, കഴുകുന്നു. ഒരു മുന്തിരിങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കഴുകാൻ എത്രമാത്രം കഴുകും, പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സംഭവങ്ങളിൽ മാറിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന് ആൾക്കാർക്ക് ബോധ്യം വരുന്ന രീതിയിലോട്ട് സിഗ്ബി വളരുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഇത് എത്തുന്നത്. അപ്പോൾ ഫ്രൂട്ട് പ്രോസസ്സിംഗ് പരിപാടി നിങ്ങൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴം കൂടാതെ അടുക്കളയിലേക്ക് കൂടി എത്തുകയാണ്. കൈകോർത്ത് പിടിക്കുക, ഒപ്പം മായങ്ങളില്ലാതെ അടുക്കളയെ തൊടുക. മുന്നോട്ട് പോവുകയാണ് ബയോവിൻ. പുതിയ പരീക്ഷണങ്ങളുമായിട്ട് എല്ലാ വിജയങ്ങളും നേരുന്നു. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.